ഇസ്ലാം മതവിശ്വാസികൾക്ക് ആഴ്ചയിലൊരിക്കൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ആത്മീയ സംഗമമാണ് ജുമുഅ നമസ്കാരം. സാധാരണ ദിവസങ്ങളിലെ ഉച്ചയ്ക്കുള്ള പ്രാർത്ഥനയിൽ നിന്നും വ്യത്യസ്തമായി ഒരു നാട്ടിലെ വിശ്വാസികൾ ഒരിടത്ത് ഒത്തുചേർന്ന് ഐക്യത്തോടെയും അച്ചടക്കത്തോടെയും ഇത് നിർവഹിക്കുന്നു. വെള്ളിയാഴ്ച ദിവസം ഇതിനായി തിരഞ്ഞെടുത്തതിന് പിന്നിൽ വലിയ ചരിത്രപരവും ആത്മീയവുമായ കാരണങ്ങളുണ്ട്. പ്രപഞ്ചനാഥൻ മനുഷ്യകുലത്തിൻ്റെ പിതാവായ ആദം നബിയെ സൃഷ്ടിച്ചതും അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിച്ചതും ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടതുമെല്ലാം ഒരു വെള്ളിയാഴ്ചയാണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ മനുഷ്യചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ തുടക്കങ്ങൾ നടന്ന ഈ ദിവസത്തെ വിശ്വാസികൾ ഏറെ ആദരവോടെ കാണുന്നു. കൂടാതെ വെള്ളിയാഴ്ച ദിവസത്തെ പ്രാർത്ഥനകൾക്ക് സവിശേഷമായ ഫലമുണ്ടെന്നും ആഴ്ചയിലെ മറ്റു ദിവസങ്ങളേക്കാൾ ഈ ദിവസത്തിന് ദൈവത്തിനു മുന്നിൽ പ്രത്യേക സ്ഥാനമുണ്ടെന്നും ആളുകൾ വിശ്വസിക്കുന്നു. ജുമുഅ നമസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതിനു മുൻപായി ഇമാം നൽകുന്ന ഖുതുബ അഥവാ പ്രസംഗമാണ്. ഈ പ്രസംഗത്തിലൂടെ വിശ്വാസികൾക്ക് ജീവിതത്തിൽ പാലിക്കേണ്ട ധർമ്മങ്ങളെക്കുറിച്ചും സാമൂഹികമായ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണ ലഭിക്കുന്നു. ലൗകികമായ എല്ലാ തിരക്കുകളും കച്ചവടങ്ങളും നിർത്തിവച്ച് പള്ളിയിലേക്ക് വരണമെന്നാണ് ഖുർആൻ കൽപ്പിക്കുന്നത്. ഇത് കേവലം ഒരു പ്രാർത്ഥന മാത്രമല്ല, മറിച്ച് അയൽവാസികളും സുഹൃത്തുക്കളും തമ്മിൽ കാണാനും പരസ്പരം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും സഹായിക്കുന്ന ഒരു വലിയ സാമൂഹിക ഒത്തുചേരൽ കൂടിയാണ്. ശുദ്ധിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചും സുഗന്ധം പൂശിയും വിശ്വാസികൾ പള്ളിയിലെത്തുന്നത് ഈ ദിവസത്തെ ഒരു ചെറിയ പെരുന്നാൾ പോലെ ആഘോഷമാക്കുന്നതിൻ്റെ ഭാഗമായാണ്. ആത്മീയമായ ശുദ്ധീകരണത്തോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ ഒത്തൊരുമയും സാഹോദര്യവും ദൃഢമാക്കുക എന്ന വലിയൊരു ലക്ഷ്യം കൂടി വെള്ളിയാഴ്ചത്തെ ഈ സവിശേഷ പ്രാർത്ഥനയ്ക്കുണ്ട്.